ഓം ശാന്തി. വിതച്ചത് കൊയ്യും എന്നൊരു ചൊല്ല് പറയാറില്ലേ നമ്മൾ? എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ കർമ്മമാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. കർമ്മം എന്നതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒന്ന് മാത്രമല്ല കർമ്മം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന സങ്കല്പങ്ങൾ കർമ്മമാണ്, നമ്മൾ സംസാരിക്കുന്നത് കർമ്മമാണ്, നമ്മൾ ചെയ്യുന്നത് കർമ്മമാണ്. ഈവൻ നമ്മൾ ചെയ്യുന്ന ഈ 3 മനസ്സ വാച കർമ്മണ 3 കാര്യം പറയാറുണ്ടല്ലോ. ഈ മനസ്സ വാച കർമ്മണ എന്ന 3 കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കുന്ന ആന്തരിക പ്രതിഫലനം അഥവാ നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ നിറയുന്ന ഊർജം, അത് പതിയെ വൈബ്രേഷനായി കൊണ്ടും പുറത്തു വരികയാണ്. ഇതും നമ്മുടെ ഉള്ളിൽ നിന്ന്, വേറെ എവിടെ നിന്നല്ലല്ലോ വൈബ്രേഷൻ വരുന്നത്, നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ വൈബ്രേഷൻ വരുന്നത്. ഇതെല്ലാം നമ്മുടെ സൂക്ഷ്മ കർമ്മങ്ങളുടെ ഭാഗമാവുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോകുന്ന, അഥവാ എന്തിനേറെ പറയണം, ഒരാൾ എന്നെ വളരെ മോശമായിട്ട് അപമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ കുരുങ്ങിപ്പോയി. സങ്കടം കൊണ്ട് സഹിക്കാനാവാതെ ഉള്ളിനുള്ളിലെ വിങ്ങൽ പോകാതിരിക്കുന്ന 2-3 ദിവസം ഉണ്ടായി എങ്കിൽ ആ 2-3 ദിവസം കഴിയുമ്പോൾ ഒരു 30 ദിവസത്തേക്ക് വേണ്ടതായിരിക്കുന്ന ദുഃഖത്തിൻ്റെ വൈബ്രേഷൻ നമ്മുടെ ഉപബോധ മനസ്സുകളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എന്താ റീസൺ എന്നറിയോ? നമ്മളുടെ 2 യുഗങ്ങളായിക്കൊണ്ട്, അഥവാ വർഷങ്ങളോളമായി, ജന്മങ്ങളോളമായിക്കൊണ്ട് ഇന്നത്തെ സാഹചര്യം നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. കുറച്ച് ദിവസം നമ്മൾ ഒരുപാട് നന്നായി സന്തോഷിക്കാനുള്ള ദിവസങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരുപാട് സങ്കടപ്പെടാനുള്ള വേറെയും കുറേ ദിവസങ്ങളാണ്. കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളൊന്നും പറയണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ, അവിടെ കത്തിമരിക്കുന്നു, ഇവിടെ വേറൊരു രീതിയിലാകുന്നു. എനിക്കിത് ഓർക്കാൻ പോലും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അടുത്ത്. ഇങ്ങനെ എന്ത് നോക്കിയാലും സങ്കടങ്ങളുടെ ന്യൂസുകൾ മാത്രം നമ്മൾ കാണുന്നത് ഒരു 99%. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പോയിട്ട് ഇത് കാണുമ്പോൾ അവരുടെ വിഷമം, ആ ബോഡി കാണുമ്പോഴുള്ള സങ്കടം, അവരുടെ കരച്ചിൽ കാണുമ്പോൾ ഈ സോഷ്യൽ മീഡിയ നമുക്ക് എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഓപ്പോസിറ്റായിരിക്കുന്ന കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കണ്ട് അവരെല്ലാം കരഞ്ഞുകൊണ്ട് അവരുടെ സങ്കടം പറയുന്നു, അതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നു. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം അതിനെക്കുറിച്ച് മാത്രം വീഡിയോ, ഷോർട്സ് നോക്കിയാൽ അത് തന്നെ, അതല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് നോക്കിയാൽ അത് തന്നെ, അതല്ല നിങ്ങൾ പേപ്പർ നോക്കിയാൽ അത് തന്നെ, ഇൻ്റർവ്യൂസ് അത് തന്നെ, ന്യൂസുകൾ അത് തന്നെ. എല്ലാവരും ആ കാര്യങ്ങളെ അങ്ങ് ആഘോഷിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രം കണ്ട് 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 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഉള്ളിൽ പോയതായിരിക്കുന്ന സാധനങ്ങളുടെ, ദുഃഖത്തിൻ്റെ, ബാഡ് ന്യൂസുകളുടെ, നെഗറ്റീവ് ഇമേജുകൾക്ക് ലിമിറ്റുണ്ടോ ഇപ്പോൾ? അങ്ങനെ പോയി കൂടുന്ന സകലവും അവിടെ പോയി ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ. ഒരു ദിവസം ഞാൻ വിഷമിച്ചു, കരഞ്ഞു, ഒരു ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത് പോയിട്ട് ക്ലിക്ക് ചെയ്യുന്ന നെഗറ്റീവായിരിക്കുന്ന ഐക്കൺസ് നമ്മുടെ ഉള്ളിൽ എത്രയുണ്ടെന്ന് നോക്കിയാൽ ആ ഉള്ളിൻ്റെ ഉള്ളിലെ കമ്പ്യൂട്ടറിൽ, അഥവാ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫയലുകൾ ഒരുപാടാണ് റെക്കോർഡാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പവർഫുൾ നെഗറ്റീവ് ഫീലിംഗ്, സങ്കടം എന്ന് പറയുന്നത് പവർഫുൾ നെഗറ്റീവ് ഫീലിംഗ് ആണ്. ആ പവർഫുൾ നെഗറ്റീവ് ഫീലിംഗ് ഉള്ളിൽ പോയിട്ട് ടച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് അങ്ങനെ അലകൾ ക്രിയേറ്റ് ചെയ്യാണ് നമ്മുടെ ഉള്ളിൽ നിന്ന്. എല്ലാം ഓപ്പൺ ആകുന്നു. കുറച്ച് 3 ദിവസം അതിൻ്റെ വേദന മാറ്റാൻ നമ്മൾ എടുക്കുന്നു, 30 ദിവസം അതിൻ്റെ അലകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ വേണ്ടാത്തതൊന്നും കാണുന്നില്ല, അല്ലെ വേണ്ടാത്തൊന്നും പറയുന്നില്ല, വേണ്ടാത്തൊന്നും ചെയ്യുന്നില്ല. പക്ഷെ സങ്കല്പം നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഊർജ്ജം നോക്കിക്കഴിഞ്ഞാൽ, വൈബ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് പോയ്സണസായി മാറിക്കഴിഞ്ഞു, അത് ഭയങ്കര നെഗറ്റീവായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യും. അത് സത്യമല്ലേ? അതുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ പറ്റൂ നമുക്ക്. എന്തിനാ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ അറിയാതെ കുട്ടിക്കാലം തൊട്ട് കണ്ടും കേട്ടും വളർന്നും പോയതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ആളുകളോട് സംസാരിക്കുന്നത്, അറിയുന്നത്, കാണുന്നത്, ഇതൊക്കെ ഇന്നത്തെ ലോകത്തൊരു നാച്ചുറൽ പ്രോസസ്സ് പോലെ നടക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന പ്രകമ്പനങ്ങളെക്കുറിച്ച് ആരും ബോധവാനാകുന്നതേയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ ഊർജ്ജങ്ങളുമാണ് നമ്മളിലേക്ക് ഒരു നല്ല കാര്യം വരാൻ പോകുമ്പോൾ ഏറ്റവും വലിയ തടസ്സം ഉണ്ടാക്കുന്നത്. പലപ്പോഴും വന്ന സാധനം ഇതേ കാര്യം മറ്റൊരാളെ ആകർഷിച്ച് അവർക്ക് നടത്തുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ ആകർഷിക്കുന്ന കാര്യം എന്താ അവർക്ക് നടന്ന് കാണുന്നതോ എന്ന്. ഒരു പക്ഷേ നിങ്ങളുടെ സങ്കല്പങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ലതാണ്. അതിന് ഞാൻ ഒന്നും നിങ്ങളടുത്ത് പറയാനില്ല. ഞാൻ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ വേറൊരാൾക്ക് കിട്ടുന്നത് കാണുമ്പോൾ വിഷമിക്കല്ലേ, സന്തോഷിക്കേ. അവർക്ക് കിട്ടുന്നതിൽ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ആ സന്തോഷം നിങ്ങളടുത്തേക്ക് സന്തോഷത്തെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക ചെയ്യാം. പിന്നെ മറ്റൊന്ന്,
നമ്മളുടെ ഉള്ളിനെ ക്ലീൻ ചെയ്യാൻ അത് നമുക്ക് ചെയ്തേ പറ്റൂ. അതിനു വേണ്ടിക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ വൈബ്രേഷനും ഈ തോട്ട്സും മാത്രമാണ് ഈ പ്രപഞ്ചം സ്വീകരിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചം, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തരികയാണ്. ഈ ലോകം ഊർജ്ജമാണ്, ഈ പ്രപഞ്ചം ഊർജ്ജമാണ്, ഈ സൃഷ്ടി ഊർജ്ജമാണ്, നിങ്ങളും ഒരു ഊർജ്ജമാണ്, നിങ്ങൾ ഇരിക്കുന്നതായിരിക്കുന്ന ഈ ശരീരം ഒരു ഊർജ്ജമാണ്, നിങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദം ഒരു ഊർജ്ജമാണ്, പ്രകാശം ഒരു ഊർജ്ജമാണ്, എല്ലാം ഊർജ്ജമാണ്. ഈ ഊർജ്ജമണ്ഡലത്തിലേക്ക് ഊർജ്ജങ്ങളുടെ പ്രവാഹം അത് അതിശക്തമായിരിക്കുന്ന സന്ദേശമായി കൊണ്ട് കൊടുക്കുകയാണ്. ഞാനൊരു 3 ദിവസം ഒരു കാര്യം ഉണ്ടായതിൻ്റെ പേരിൽ 1 ദിവസം 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 3 മണിക്കൂർ അത്രയും വേദനിച്ച് കഴിയുമ്പോൾ അതിശക്തമായിരിക്കുന്ന നെഗറ്റീവ് വൈബ്രേഷൻ അത് പ്രപഞ്ചത്തിലേക്ക് മുഴുവൻ പ്രവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ തന്നെ വിചാരിക്കും ഇതൊന്നല്ല എനിക്ക് മാറ്റിയെടുക്കണം എന്ന് വിചാരിക്കും. പക്ഷേ സങ്കല്പം ആഴത്തിലേക്ക് പോവില്ല. വേദന, ഇമോഷൻസ് പോയിട്ട് അവിടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് വെറും തോട്ട് ലെവലാണ്, ഇമോഷനിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഫീലിംഗ് ഉണ്ടാകുന്നില്ല. എനിക്കാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതൊരു സങ്കല്പത്തിൻ്റെ ഈ ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുള്ളിൽ ഉണ്ടായിട്ടുള്ള ഇമോഷൻ അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണെങ്കിൽ അതതിൻ്റെ ആഴത്തിൽ പോയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് ഹിറ്റ് ചെയ്ത് കിടക്കുകയാണ്, അവിടെ അറ്റാച്ച് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് മാറാൻ വേണ്ടിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയും അവനവനെ ചാർജ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ കാര്യത്തെ നമ്മളൊരു ഏതൊരു കാര്യമാണെങ്കിലും നിരന്തരമായിട്ട്, അതും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു, യെസ് ഇറ്റ് ഹാപ്പൻ, അത് അക്സെപ്റ്റ് ചെയ്തു, അടുത്ത സെക്കൻഡിൽ ഇങ്ങനെ എനിക്ക് പോയാൻ പറ്റില്ല, മാറണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പവർഫുൾ പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ സമയത്ത് ഇമോഷൻ ഉണ്ടാവാൻ എന്ത് ചെയ്യണം? അന്ന് മാത്രം ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്താൽ, ഇങ്ങനെ ഒരു സന്ദർഭം വന്നിരിക്കുന്നു, അതിനെ അതിജീവിക്കാൻ വേണ്ടി ഞാൻ തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ ആ തോട്ടിൽ എനർജി വരാൻ കുറേ സമയമെടുക്കും. അതേസമയം റെഗുലർ പ്രാക്ടീസിലൂടെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന റെഗുലർ ആയിരിക്കുന്ന പ്രാക്ടീസ്, ഡെയിലി ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാക്കി നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട്, ഒരു സ്ഥലത്ത് ഒന്നിൻ്റെ ഉള്ളിൽ മുഴുവൻ പോസിറ്റിവിറ്റി നിറച്ചിരിക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിലും ശതമാനം വ്യത്യാസം ഉണ്ടായിരിക്കും. അതുണ്ടാക്കുന്ന പ്രഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഉണ്ടായാൽ തന്നെ മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോഴത്തേക്കും ഇതിനെ അതിജീവിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളെ, നിങ്ങൾക്ക് ധനം ആകർഷിക്കണമെങ്കിൽ, നമ്മുടെ ലൈഫിൽ ധനം വേണം. അത് പറയുമ്പോൾ ആരോ ഒരാൾ വീഡിയോ ഇട്ട് കണ്ടു, സിസ്റ്റർ എന്തിനാ ഇത്രയൊക്കെ വീഡിയോ ധനത്തെക്കുറിച്ച് ഇടുന്നത് എന്ന്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് വരുന്ന മെസ്സേജസിൽ, എനിക്ക് വരുന്നതായിരിക്കുന്ന വോയിസ് മെസ്സേജിൽ, അല്ലെങ്കിൽ നേരിട്ട് പറയുമ്പോൾ ആളുകളുടെ സങ്കടം പറയുന്നതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക പ്രയാസമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി ഏതൊക്കെ രീതികളിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞു തരണം എന്ന ആഗ്രഹം കൊണ്ടാണ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ, എന്തൊക്കെ വിധികളുണ്ടോ അതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4 കാര്യങ്ങളെ ഒരു മന്ത്രം പോലെ സ്വന്തമാക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സമൃദ്ധിയെ നന്ദിയോടെ സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ സമൃദ്ധിയെ നന്ദിയോടെ സ്വീകരിക്കുന്നു. അഥവാ ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. ഇതിലേതാണോ നിങ്ങൾക്ക് കൂടുതൽ പറയാൻ കംഫർട്ടായി തോന്നുന്ന വാചകം അത് സ്വന്താക്കുക. ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. ആദ്യം പറയുമ്പോൾ നിങ്ങൾക്കൊരു വാക്കാണ്, വെറുതെ വായ കൊണ്ട് ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു നന്ദിയോടെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെന്ത് എഫക്റ്റ് ഉണ്ടാവും? എഫക്റ്റ് ഇവിടം കൊണ്ട് മാത്രമാണെങ്കിൽ ഉണ്ടാവില്ല. പക്ഷേ അടുത്ത സ്റ്റേജിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ, ആ വെൽത്ത്, ആ ധനം വരുന്നത്, കയ്യിൽ നമ്മളത് പിടിക്കുന്നത്, ആ ഊർജം, ആ നോട്ട് തൊടുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു എനർജി ഡിഫറൻസ്. ഒരു കെട്ടുനോട്ട്, സപ്പോസ് ഒരു 2 ലക്ഷം രൂപ തന്നെ വിചാരിച്ചോളൂ. ഒരാൾ നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ തന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ സന്തോഷം എത്രയുണ്ടായിരിക്കും? ഫീൽ ചെയ്ത് നോക്കിയേ. അത്രയും പൈസയ്ക്ക് വേണ്ടി ഒരു പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ഒരാൾ ഇതെൻ്റെ ഒരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞ് തരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ആ ചിരി വരാതിരിക്കുമോ? കണ്ണുകളിൽ സന്തോഷം, ചിലപ്പോൾ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞേക്കാം. അത്രയും ഒരു കഷ്ടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ കണ്ണുകളിൽ സന്തോഷം മാത്രമല്ല, കണ്ണുകൾ സന്തോഷം കൊണ്ട് നനഞ്ഞേക്കും. ചിലപ്പോൾ ആ മുത്ത് ഇറ്റിയേക്കും. ചിലപ്പോൾ ആ കയ്യിൽ കിട്ടുന്നതായിട്ടുള്ള സാധനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ജീവിതം കിട്ടിയ പോലെ തോന്നിയേക്കാം. അങ്ങനെയെല്ലാം ഉള്ള മൊമെൻറ്റ്സിനെ ഓർമ്മിച്ചുകൊണ്ട് ആനന്ദത്തോടെ ആ പൈസ കയ്യിൽ വന്നതായിട്ട് സ്വീകരിക്കൂ. യെസ്, ഇത് സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്. ഒരു കാര്യം മാത്രം, ഒരു പൈസ കയ്യിൽ തരുമ്പോൾ എനിക്കിപ്പോൾ ഇത് വേണ്ടായിരുന്നു എന്ന് പറയരുത്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തിനാ പൈസ എന്ന് ചിന്തിക്കേണ്ട.
അല്ലെങ്കിൽ എനിക്കിതിന് യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്കേണ്ട. ഇപ്പോൾ ഈ പൈസ കിട്ടി പിന്നെ എനിക്കതൊരു പ്രാരബ്ധാവോ എന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ പവർഫുൾ നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളിലേക്ക് ഇനിയുള്ള പ്രവാഹത്തെ ബ്ലോക്കാക്കി കളയും. തന്നു, താങ്ക് യു. തന്നവർക്ക് താങ്ക് യു. ഈശ്വരന് നന്ദി, ഈ പ്രപഞ്ചത്തിന് നന്ദി, തന്നവർക്ക് നന്ദി, എല്ലാവർക്കും നന്ദി പറയൂ. സന്തോഷത്തോടെ റിസീവ് ചെയ്യൂ. അത് ആ ഒരു മൊമെൻറ്റിന് നിങ്ങൾ ഫീൽ ചെയ്തിട്ട് ആ മൊമെൻറ്റിൽ ജീവിക്കുന്ന പോലെ അനുഭവം ചെയ്തിട്ട് ആ ഒരു സന്തോഷം മുഖത്ത് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു എന്ന് പറയൂ. ആ ഒരു ഫീലോടുകൂടി പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്നും വേണ്ട, വേറെ ആരും തരാനില്ല എന്ന് വിചാരിച്ചോ. ഈശ്വരനൊരു മാലാഖയെ പറഞ്ഞയച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ കൊണ്ട് തന്നു എന്ന് വിചാരിക്കുക. ഭഗവാൻ മാലാഖ പോലെ ഏതെങ്കിലും ആളുകൾ ഉപയോഗിക്കാമല്ലോ. എത്രയോ അവരുടെ ജീവിതത്തിൽ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരാൾ മാലാഖയെപ്പോലെ കടന്നു വന്ന് സംരക്ഷിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അനുഭവത്തിൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട് അത്തരം മുഹൂർത്തങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാലാഖേനെ ഭഗവാൻ തന്നതായി വിചാരിക്കൂ. വന്നു, കിട്ടി, ആ സന്തോഷം, ആ ഹാപ്പിനെസ് ഫീൽ ചെയ്ത് നോക്ക്. മുഖത്ത് വരട്ടെ ആ പുഞ്ചിരി, കണ്ണുകളിൽ ആ ആനന്ദം തുടിക്കട്ടെ, നമ്മുടെ കൈകളിൽ ആ ധനം ഫീൽ ചെയ്യട്ടെ. എന്നിട്ട് ഹൃദയം നിറഞ്ഞ് ഭഗവാനോട് നന്ദി പറയേ, പ്രപഞ്ചത്തോട് നന്ദി പറയേ, ഊർജം കൊടുക്കൂ. വീണ്ടും പറയൂ, ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. ഇത് സെക്കൻഡ് സ്റ്റേജ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് കുറേയും കൂടെ പവർഫുൾ എനർജീനെ കൊടുക്കും. അപ്പോൾ വിചാരിക്കും, ഈ കിട്ടാത്ത പൈസ ഞാൻ ഇന്ന് വിചാരിക്കണോ വേണ്ടേ? ഇങ്ങനെ വിചാരിക്കരുത്. ഈ തോട്ട് പോലും നെഗറ്റീവാണ്. നിങ്ങൾ ഉറപ്പിച്ച് നിശ്ചയിക്കുക, എനിക്ക് വന്നിരിക്കും, എനിക്ക് കിട്ടിയിരിക്കും, എനിക്കതിനുള്ള യോഗ്യതയുണ്ട്. പലരും ചോദിക്കാറ് എൻ്റെ അടുത്ത്, ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചതുകൊണ്ട് മാത്രം ആരെങ്കിലും മാജിക്കായിട്ട് മോളിന്ന് പൈസ ഇട്ട് തരുന്നതാണോ സിസ്റ്റർ പറയുന്നത്? ഒരിക്കലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ച അനുഭവം എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആധികാരികമായി ഞാൻ പറയാം, അങ്ങനെയും സംഭവിക്കാം. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളൊരു വർക്ക് എടുത്തു, ആ വർക്ക് നിങ്ങൾ വിചാരിക്കുന്ന 10 ദിവസം കൊണ്ടാണ് ആ വർക്ക് തീരുക. അത് കഴിയുമ്പോൾ എനിക്ക് ഇത്ര പൈസ ലാഭം കിട്ടുന്ന വെച്ച് നിങ്ങൾ തുടങ്ങുന്നു ആ വർക്ക്. ഇതിൻ്റെയൊക്കെ മാജിക് എവിടെയാണെന്ന് വെച്ചാൽ, മനസ്സ് പവർഫുൾ ആവുമ്പോൾ നിങ്ങൾ 10 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അതിനുള്ളതായിട്ടുള്ള സപ്പോർട്ടും സാഹചര്യങ്ങളും വരും. അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് തീർക്കേണ്ടവർക്ക് 3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് എത്ര ലാഭം അതിനുണ്ടാക്കാൻ പറ്റും? ഇതുപോലെ വലിയ വലിയ ഓർഡറുകൾ കിട്ടുക, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുക. ഇനി ഗവൺമെൻറ് ഓഫീസിലാണ് എനിക്ക് ഫിക്സഡ് ആയിരിക്കുന്ന ഇൻകമാണെന്ന് വിചാരിച്ചോളൂ, നിങ്ങളുടെ മറ്റ് പല ചിലവുകളും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരും, ഗിഫ്റ്റുകൾ വരും, പല രീതിയിൽ എവിടെ നിന്നും വന്നേക്കാം. ഈ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1 രൂപയാണെങ്കിലും 10,000 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും അതിനൊരു വ്യത്യാസമില്ല. കാരണം അത് എനർജിയാണ് തരുന്നത്. നിങ്ങൾ എന്ത് എനർജിയാണോ അതിന് കൊടുക്കുന്നത്, ആ എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കും എന്നതിൽ യാതൊരു സംശയവും. അതുകൊണ്ട് ഉറച്ച നിശ്ചയത്തോടു കൂടി, ആനന്ദത്തോടു കൂടി നമ്മളോട് തന്നെ പറയണം, ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. ഇത് ഫീൽ ചെയ്തുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നു, എത്ര തവണ പറ്റുന്നു, അപ്പോഴൊക്കെ അത് എൻജോയ് ചെയ്ത് നോക്കുക. നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങും. മറ്റൊന്ന്, രാത്രി ഉറങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ടും അത് ഫീൽ ചെയ്ത് നിങ്ങളുടെ മുഖത്ത് ആ ജീവിതത്തിലുണ്ടായ ടെൻഷൻസിനൊക്കെ എവിടെയോ മറന്ന്, അതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതിയാണ് സിസ്റ്റർ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരാറില്ല, ഭഗവാന് കത്തെഴുതുക, മനസ്സിനെ ഫ്രീ ആക്കുക, റിലാക്സ്ഡ് ആക്കുക. ഈശ്വരൻ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ വാക്ക് മാറും, ഈശ്വരൻ വാക്ക് മാറില്ലല്ലോ. അതുകൊണ്ട് ഈശ്വരനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈശ്വരനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കൂ, റിലാക്സ്ഡ് ആവൂ. എല്ലാ കാര്യം ഭഗവാന് സമർപ്പിച്ച ശേഷം ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ മൈൻഡോടുകൂടി ഈ കാര്യത്തെ വിഷ്വലൈസ് ചെയ്ത് ആനന്ദിച്ച് ചിരിച്ച് ഉറങ്ങും. പ്രഭാതം ആനന്ദദായകമായിക്കൊണ്ട് വെയ്റ്റ്ലെസ് മൈൻഡോടുകൂടി ഉണരാൻ സാധിക്കും. ആ നിമിഷം വീണ്ടും ആസ്വദിക്കൂ, അതാ വന്നിരിക്കുന്നു, എനിക്ക് കിട്ടിയിരിക്കുന്നു ആ പൈസ, ഐ എം സോ ഹാപ്പി. അത് ഫീൽ ചെയ്ത് നോക്കൂ. കയ്യിൽ കിട്ടിയതിന് ഭഗവാനോട് നന്ദി പറയൂ, തരുന്ന മാലാഖയ്ക്ക് നന്ദി പറയൂ, ഈ പ്രപഞ്ചത്തോട് നന്ദി പറയൂ. നന്ദി കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ ജീവിച്ചാൽ, രാമായണത്തിലൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഓർക്കും. നന്ദി ഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് എപ്പോഴായിരുന്നോ ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗശേഷം ഭരതനെ തൻ്റെ രാജ്യഭരണം ഏൽപ്പിച്ചപ്പോൾ ഭരതൻ നന്ദി ഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് അതിനെ 12 ഇരട്ടി ഡെവലപ്പ് ചെയ്തിട്ടായിരുന്നു രാമൻ വരുമ്പോഴേക്കും കൊടുത്തത് എന്ന്. നന്ദി ഗ്രാമത്തിൽ വസിക്കുക മീൻസ് ഹൃദയത്തിൽ നന്ദി നിറഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടെ ജീവിക്കുന്നു അവിടെ നന്ദി ഗ്രാമമാണ്. ഈ ശ്വാസത്തിന് നന്ദി പറയൂ, ഈ കണ്ണുകളുടെ കാഴ്ചയ്ക്ക് നന്ദി പറയൂ, ഈ ഇന്ദ്രിയങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്ന ദേഹം തന്നതിന് നന്ദി പറയൂ, എനിക്ക് ചിന്തിക്കാനുള്ള ശക്തി തന്നതിന് നന്ദി പറയൂ, പ്രവർത്തിക്കാനുള്ള കഴിവ് തന്നതിന് നന്ദി പറയൂ. ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന ഓരോ നേട്ടങ്ങൾക്കും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു എന്ന് പറയൂ.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. തിരസ്കാരം ചെയ്യരുത്. എനിക്കതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല, ഇതൊക്കെ ആർക്കൊക്കെയോ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ജനിച്ചതേ പാവപ്പെട്ടവനായിട്ടാണ്, ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ്, എനിക്ക് ആ എഡ്യൂക്കേഷൻ ഇല്ല, എനിക്ക് ആ ക്വാളിഫിക്കേഷൻ ഇല്ല. ഇങ്ങനെ നമ്മളെ തന്നെ തിരസ്കരിച്ചുകൊണ്ട് ധനത്തെ നിങ്ങളുടെ ശത്രുവാക്കി മാറ്റരുത്. ധനം നിങ്ങളുടെ മിത്രമാകട്ടെ, നിങ്ങളിലേക്ക് എന്നും ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. ഈ മന്ത്രം എപ്പോഴും ഓർമ്മിക്കുക, ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു, ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു, ഞാൻ നന്ദിയോടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും വന്നു ചേരട്ടെ. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.